ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇറ്റ്സ് മീ ഫസിയസൻ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല എന്താണ് വീഡിയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുൻപ് മോളെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വരുന്ന സമയത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ റോഡിൽ മയിൽ പീലിയൊക്കെ വിടർത്തി നിന്നിട്ട് മയിലാട്ടമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല. നമ്മൾ പണ്ടൊക്കെ ഒരു മയിലിനെ കാണണം എന്നുണ്ടെങ്കിൽ കാട്ടിലൊക്കെ ഒരു മയിൽപ്പീലിക്ക് വേണ്ടിയിട്ടൊക്കെ എന്താ പറയുക, കാട്ടിൽ പോയിട്ട് എന്താണ് അതിൻ്റെ പേര്, നമ്മുടെ പൂച്ചവാലി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ഒരു ചെടിയുണ്ട്. അപ്പോൾ അതൊക്കെ വലിച്ചിട്ടൊക്കെയാണ് നമ്മൾ മയിൽപ്പീലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം സമാധാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മയിൽപ്പീലി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ഇതായിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ അടുത്ത വീട്ടിൽ ചേച്ചി അവരൊക്കെയാണ് ശരിക്കും കൃഷ്ണൻ്റെ അടുത്ത് ഈ മയിൽപ്പീലി നിറയെ ഉണ്ടാവും. അപ്പോൾ അടുത്ത വീട്ടിൽ ഞാൻ ട്യൂഷന് പോകുന്ന സമയത്തൊക്കെ അവിടെ ചേച്ചിമാരുടെ നിന്നൊക്കെ ഓരോന്നൊക്കെ മേടിച്ചിട്ടൊക്കെ വരുമായിരുന്നു കേട്ടോ. അതുപോലെ ബുക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മയിൽപ്പീലി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്തൊരു സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിൽ വരാറുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ 2 തെങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതിലായിരുന്നു വൈകിട്ട് കുറേ മയിലുകളുണ്ടാവും. നമ്മുടെ ഈ ഭാഗത്തുള്ള ഒട്ടുമിക്ക തെങ്ങുകളിലും വൈകുന്നേരത്ത് കുറേ മയിലുകളുണ്ടാവും കേട്ടോ. പകൽ ഇതുപോലെ പണ്ടത്തെ പോലെയൊന്നും അല്ല. പണ്ടൊന്നും നമ്മുടെ വീടുകളിലേക്കൊന്നും അങ്ങനെ മയിൽ വന്ന് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും സുലഭമായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ രാവിലെ ഇപ്പോൾ കോഴിക്കൊക്കെ തീറ്റ ഞാൻ വെച്ച് കൊടുക്കുന്ന സമയത്ത്, കോഴിക്കും താറാവിനൊക്കെ തീറ്റ കൊടുക്കുന്ന സമയത്ത് ഒരാളായിട്ടൊന്നും അല്ല കേട്ടോ വരിക. അവർ ഫാമിലി ആയിട്ട് കുറേ പേരുണ്ടാവും. ഒരു 5, 10, 15 ആളൊക്കെ ആയിട്ടാണ് വരിക. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ആടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക തരം സൗണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു മഴ ചാറുന്നത് പോലുള്ളൊരു സൗണ്ടൊക്കെയാണ് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരാറുണ്ട് കേട്ടോ. മയിൽ എപ്പോഴും വീട്ടിൽ വരാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ മയിലാട്ടം നമ്മൾക്ക് അപൂർവമായിട്ട് ചില സമയത്ത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ സ്കൂളിൽ കൊണ്ടുവിട്ട് നേരെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ഇപ്പോൾ ഇത് കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം ഞാനിങ്ങനെ കാണുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ കുറേ നേരം നിൽക്കാറുണ്ട്. ഇപ്പോൾ ഇതിൽ 3 ആളേ ഉള്ളൂ. പക്ഷേ ഇവർ കുറേ കുട്ടികളും എല്ലാവരും ആയിട്ടാണ് വരിക. കുട്ടികളൊക്കെ അപ്പുറത്ത് തൊടിയിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കണ്ടോ, ഒരു പ്രത്യേക വൈബിലാണ് ആ ഒരു കറങ്ങലൊരു പ്രത്യേക രസമാണ്. അവരുടെ ആ ഒരു അതിനൊരു എന്തോ ഒരു ട്യൂണുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ കുറേ നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും ശല്യപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രൈവസി ഉള്ള ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോളം ചിലപ്പോൾ അതിൽ മേലെ സമയമൊക്കെ ഇതുപോലെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. ഞാൻ അവരെ ശല്യപ്പെടുത്താനൊന്നും പോകുന്നില്ല. ഞാനിവിടെ നിന്ന് വീഡിയോ കാരണം ഇപ്പോൾ സുലഭമായിട്ട് നമ്മളുടെ വീട്ടിൽ നമ്മൾ ഇപ്പോൾ നേരത്തേക്ക് ആണെങ്കിൽ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓടും അല്ലെങ്കിൽ പറക്കും അങ്ങനെയുള്ള ഇതൊക്കെ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓടലൊന്നുമില്ല. കാരണം ഞാൻ എപ്പോഴും ഫുഡ് കൊടുക്കുന്ന സമയത്ത് കോഴിക്കൊക്കെ ചോറായിക്കോട്ടെ, അതുപോലെ ഗോതമ്പ്, അരി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇവർ വരാറുണ്ട് കേട്ടോ. ഞാൻ ഒന്നും ആട്ടിവിടുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അവരും എന്താ പറയുക, അവർ കഴിക്കാനില്ലാത്തതുകൊണ്ടല്ലോ അവരിങ്ങോട്ട് വരുന്നതൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഉള്ളത് കൊടുക്കും. അപ്പോൾ ഞാനൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ആൾ പീലി താത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. കണ്ടോ, പീലി കണ്ടോ, നല്ല നീളമില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ കാണുമ്പോൾ പണ്ടൊക്കെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ എത്ര നമ്മൾ കൊതിച്ചിട്ടുണ്ട്. ഒരു സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു മയിലിനെ കാണാൻ. അത് കാട്ടിലൊക്കെ പോണ സമയത്താണ് ഏതെങ്കിലുമൊക്കെ ഒന്ന് പറന്നു പോണതൊക്കെ കാണാം. അന്ന് നമ്മൾ ഇവരെ കാണാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോവുമായിരുന്നു. പാരൻസൊക്കെ പോകുന്ന സമയത്തും അല്ലെങ്കിൽ ഇതുപോലെ സിസ്റ്റേഴ്സിൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ നമ്മൾ പോവുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ അവർ നമ്മളെ തേടി നമ്മുടെ നാട്ടിലെത്തി, നമ്മുടെ വീട്ടിലെത്തി. പിന്നെ നമ്മളുടെ ഇവിടെ ഈ ഭാഗത്ത് പറഞ്ഞാൽ മൊത്തം ഫോറസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ റബ്ബർ കാര്യങ്ങളാണ്. അപ്പോൾ എന്താ പറയുക, എപ്പോഴും അവർ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവർ പോവാണ്. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ഇതിന് മുൻപ്. എല്ലാ ദിവസങ്ങളും കുറേ പേരായിട്ട് അത് ഓരോരോ ഗ്യാങ്ങാണോ എന്നറിയില്ല. അപ്പോൾ ഓരോ ഗ്യാങ്ങിൽ ഇത്ര പേര് വെച്ചിട്ടാണോ ഇനി ഇറങ്ങണമെന്നും അറിയില്ല. ആൾ പോവാണ്, തൊടിക്ക് കയറുകയാണ് കേട്ടോ. പിന്നെ 2 ആളും കൂടെ ഉണ്ട്. അപ്പോൾ അവരും ഇതുപോലെ അവരുടെ കൂടെ തന്നെ പോകുന്നുണ്ട്. മയിൽപ്പീലിയൊക്കെ ബുക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ എന്താ പറയുക, കുറേ മയിൽപ്പീലി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ എടുത്ത് വെച്ചൊരു അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളവരെല്ലാവരും കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ബായ്. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ ബൈ, സി യു. ഓക്കെ, ടേക്ക് കെയർ, ബായ്.